അപ്പൊ അന്ന് അവിടെ വെച്ച് അത് ഞങ്ങൾ പൊട്ടിപ്പോയി. ഒരു ചെറിയ പൊട്ടലൊന്നല്ല പൊട്ടിയത്, നല്ല രീതിയിൽ പിന്നെ ഇവിടെ നിക്കാൻ പറ്റിയില്ല, നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അമ്മാതിനും പൊട്ടി. അപ്പൊ അന്ന് എനിക്ക് സൗദിയിലും ബിസിനസ് ഉണ്ട്. അപ്പൊ ഈ സമയം കൊണ്ട് തന്നെ ഒരു 1.5 വർഷം ഞാൻ ബിസിനസ് ചെയ്തിട്ടുള്ളൂ. അതിനുള്ള പൊട്ടി ചെയ്ത് സൗദി 1.5 കൊല്ലം കൊണ്ട് പൊട്ടിട്ട് വലിയ കിട്ടലാണ്. മറ്റേത് 10 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരെ പൊട്ടുക. അതെ അതെ, കംപ്ലീറ്റ് അങ്ങനെ പൊട്ടി. അപ്പൊ എനിക്ക് സൗദി വിസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മലേഷ്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ചില കമ്പനിയുടെ ഇന്ത്യൻ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു ഞാൻ. അപ്പൊ ഞാൻ നേരെ ആദ്യം മലേഷ്യക്ക് പോയി. പിന്നെ അവിടെ ഞാൻ അങ്ങനെ വീണ്ടും ബിസിനസ് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. മലേഷ്യയിൽ അത്ര പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നില്ല അന്ന്. പിന്നെ ഞാൻ അവിടുന്ന് നേരെ ദുബായിൽ വന്നു. അപ്പൊ ദുബായിൽ വന്നപ്പോഴും പെട്ടെന്ന് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. 1 മാസം വന്നോളൂ. പിന്നെ ഞാൻ എന്റെ പഴയ സ്ഥലത്തേക്ക് ഞാൻ സൗദിയിൽ പോയി. അവിടെ നിന്നാണ് എന്റെ കഥ തുടങ്ങുന്നത്. പുതിയ അതൊക്കെ തീരുമാനമായി അതാ പോയി. അപ്പൊ ഞാൻ നേരെ അവിടെ ചെന്നപ്പോ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്. അപ്പൊ ഒന്നിനും കാശില്ല. ഞാൻ ലിറ്ററലി മുങ്ങി, ഈ നാട്ടിൽ നിന്ന് മുങ്ങിയൊക്കെയാണ്. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഞാനൊരു ജ്യൂസ് ഷോപ്പില് ഹെൽപ്പറായിട്ട് കയറി. അവസ്ഥ അതാണ്, ഭക്ഷണം കഴിക്കാൻ കാശില്ല. എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോ ആകെ ഒരു പാന്റ് ഷർട്ടുണ്ടോ, സാലറി ആദ്യം അപ്പൊ ആകെ ഇട്ടിരുന്ന ഒരു പാന്റ് ഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ പോയേക്കണം. വേറെ ഒന്നും കയ്യിലില്ല, മേടിക്കാനുള്ള കാശില്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനുള്ള കാശ് മാത്രമേ ഉള്ളൂ. അതെടുത്ത് അതും ഇതുപോലെ എന്താ പറയാ, ഒരു ബ്രദർ സഹായിച്ച് ഒരു ടിക്കറ്റ് എടുത്തു തന്നു. അങ്ങനെ അവിടെ ചെന്നിറങ്ങി. അപ്പൊ ക്യാഷ് തരാൻ മാർഗമില്ല, അതുകൊണ്ടാണ് ക്യാഷ് കയ്യിലില്ലാത്തത്. ടിക്കറ്റ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അയച്ചു തരാമല്ലോ, വാട്സപ്പ് ഇമെയിലിലേക്കൊക്കെ അയച്ചു തരാമല്ലോ. അങ്ങനെ അവിടെ വന്നിറങ്ങി നടന്നു. എയർപോർട്ടിൽ നിന്ന് നടന്ന്, ടാക്സി വിളിക്കാൻ കാശില്ല, അങ്ങനെ നടന്ന് കൈയാണിച്ച് ലാസ്റ്റ് എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കിയ ഒരു ടാക്സിക്കാരൻ. എന്നിട്ട് അവിടെ നിന്ന് ഒരു ജ്യൂസ് കടയിൽ ഹെൽപ്പറായിട്ട് കയറി. അപ്പൊ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ വേറെ ജ്യൂസ് അടിക്കാനൊന്നും പറ്റില്ല, അവിടുത്തെ ക്ലീനിങ്, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ കഥ ഞാൻ ആദ്യം പോയ പോലെയാണ്. അതെ അതെ. എന്നിട്ട് പിന്നെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം ഫ്രൂട്ട്സ് രാവിലെ പോയിട്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു പരിപാടി. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കഫീലുണ്ട് അവിടെ, എന്നെ ഈ ജ്യൂസ് കടയിൽ കയറ്റിയതും. ഇത് ആളുടെ ജ്യൂസ് ഷോപ്പൊക്കെ ആയിരുന്നു. അപ്പോ പുള്ളി ലണ്ടനിലേക്ക് ആൾക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. കുറച്ച് ഫണ്ട് അത്യാവശ്യമായിട്ട് വന്നു. അപ്പൊ പുള്ളി കുറെ ആളുകളുടെ അടുത്ത് പോയിട്ട് ഈ കട കൊണ്ടുവന്ന് കാണിക്കണം, വിൽക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ വിൽക്കണേ, എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചു. എനിക്കിങ്ങനെ പെട്ടെന്ന് ഇത്രയും രൂപയുടെ ആവശ്യമുണ്ട്, എന്നെ ഇങ്ങനെ ഞങ്ങക്ക് വൈഫിനെയും കൂട്ടിയിട്ട് ഇവിടെ പോകാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു, ലണ്ടനിൽ പഠിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു എനിക്കൊരു 200 ദിറംസ് വരുമെന്ന് വെച്ചു. 200 റിയാല്, 200 റിയാല് വരാൻ പറഞ്ഞു, സൗദി റിയാല്. പുള്ളി വെച്ചാൽ എന്തിനാന്ന് പറഞ്ഞു. ഞാൻ ഇത് വിറ്റ് തരാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ നീക്കും, 200 റിയാല് കൊണ്ടുവന്ന് താട്ടെ. അപ്പൊ പുള്ളി 200 റിയാല് ഒരു ATM കാർഡിൽ ഇട്ടിട്ട് എനിക്ക് തന്നു. ഞാൻ അപ്പൊ തന്നെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു, ജ്യൂസ് ഷോപ്പ് ഫോർ സെയിൽ ഇൻ മദീന. എന്നിട്ട് ഇതിന്റെ ഫുള്ള് ഫോട്ടോസ് എടുത്ത് വീഡിയോയും എടുത്തു, എല്ലാം ഇട്ടിട്ട് മദീനയിൽ പ്രൊമോട്ട് ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ മദീനയിലുള്ള ആളുകൾക്ക് അവിടെ ജ്യൂസ് ഷോപ്പ് ഒന്നും എടുക്കാൻ എളുപ്പമാണല്ലോ. റിയാദ്, ജിദ്ദ, ദമാമ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ, അവിടെയുള്ള ബിസിനസ്സിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനത് പ്രൊമോട്ട് ചെയ്തു ഫേസ്ബുക്കിലൂടെ. 200 റിയാൽ. പിറ്റേ ദിവസം റിയാദിൽ നിന്ന് ഒരാള് വണ്ടി ഓടിച്ച് അവിടെ വന്ന് അപ്പൊ തന്നെ കാശും കൊടുത്ത് കച്ചടാക്കി പോയി. അപ്പൊ തന്നെ പുള്ളി പറഞ്ഞു, മറ്റേ നീ സുലൈമാനല്ല ഹനുമാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ പറഞ്ഞു, ഇനി നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇനി നീ ഇവിടെ നിൽക്കണ്ട, കട ഏതായാലും വിറ്റുപോയി. അപ്പൊ നീ ഇനി എന്താ, നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എന്റെ ഇനി ഐഡിയ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ സുഹൃത്തുക്കൾ ഗാർമെന്റ്സിൽ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നോക്കിയപ്പോ അവിടെ അന്ന് ഓൺലൈനിൽ ഗാർമെന്റ്സ് കിട്ടുന്ന ഒരു ഓപ്ഷനും ഇല്ല. ഈ ഷർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ ടൈപ്പ് ഗാർമെന്റ്സ് ഓൺലൈനിൽ ആരും കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ നാട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്ത് ഫ്രണ്ട്സിന്റെ അടുത്ത് അണ്ടർ കവറിൽ, ആരോടും പറയരുത് ഞാൻ ഇവിടെ പുതിയ പരിപാടി നടക്കാൻ പോവാണ്, ഇപ്പൊ ആരും അറിയണ്ട, അതിന് വലിയ പ്രശ്നം. അതെ,